ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 30, മെയ് 1 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു LP-UP റാങ്ക് ഫെയിലിന്റെ പ്രത്യേകത എന്തെന്നാൽ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ സിലബസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു ബുക്കിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബുക്കിന്റെ പ്രൈസ് വരുന്നത് 990 രൂപയാണ്. നിങ്ങൾക്കിപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് 950 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫെയിലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഫുൾ സിലബസ് കവറേജ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ റാങ്ക് ഫെയിലൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 കോളങ്ങളിലായിട്ടാണ് റാങ്ക് ഫെയിൽ വരുന്നത്. ഇതിൽ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകളും ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബുക്കുകൾ ഉടൻ തന്നെ സ്വന്തമാക്കുക. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ബുക്ക് ഇതാണ്, ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. എന്താണ് ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്നുള്ള പുസ്തകമാണ്. ഈ ഒരു പുസ്തകം രചിച്ചത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓർത്തു വെക്കുക, K. സച്ചിദാനന്ദനാണ്. ആരാണ്? K. സച്ചിദാനന്ദനാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ബുക്കിന്റെ പേരെന്താണ്? ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നവരാണെന്ന് ഓർത്തു വെക്കുക, K. സച്ചിദാനന്ദനാണ്. ഇനി അദ്ദേഹമാണ് എന്താണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ്. ആ കാര്യം നമുക്ക് അറിയാം. ഓർത്തു വെക്കുക. എന്താണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? K. സച്ചിദാനന്ദനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താണ് ബുക്കിന്റെ പേര്? ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്നുള്ള ബുക്കാണ്. ആരാണ് എഴുതിയത്? K. സച്ചിദാനന്ദനാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 ആണ്. അപ്പോൾ 2025 പുരസ്കാരങ്ങൾ 2026 പ്രഖ്യാപിച്ചത്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു അവാർഡിൽ ആദ്യം നമ്മൾ നോക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? മോഹൻലാലിനാണ്. എന്താണ്? മോഹൻലാലിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുടരും അതേപോലെ ഹൃദയപൂർവ്വം എന്നീ സിനിമകളിലെ അഭിനയത്തിലൂടെയാണ് പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കാണെന്ന് ഓർത്തു വെക്കുക, മോഹൻലാലിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് 2 പേർക്കാണ്. കല്യാണി പ്രിയദർശനും അതേപോലെ തന്നെ അനശ്വര രാജൻ എന്നിവർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ കല്യാണി പ്രിയദർശന് ഈ ഒരു പുരസ്കാരം, മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ലോക ചാപ്റ്റർ 1 എന്നുള്ള സിനിമയിലെ അഭിനയത്തിലൂടെയാണ്. അതേപോലെ അനശ്വര രാജന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിലൂടെയുമാണ്. ഓക്കെ, അപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച ചിത്രം. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ്? എക്കോ. എന്താണ്? എക്കോ എന്നുള്ള സിനിമയാണ് എന്താണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് സംവിധാനം ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക, ദിൻജിത്ത് അയ്യത്താനാണ്. ആരാണ്? ദിൻജിത്ത് അയ്യത്താനാണ് എന്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കുന്നത് മികച്ച സംവിധായകൻ. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഡൊമിനിക് അരുണിനാണ്. ആർക്കാണെന്ന് ഓർത്ത് വെക്കുക, ഡൊമിനിക് അരുണിനാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലോക ചാപ്റ്റർ 1 എന്നുള്ള സിനിമയുടെ ആ ഒരു സംവിധാനത്തിലൂടെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? ഡൊമിനിക് അരുണിന് ലഭിക്കുന്നത്. ഇനി ഈ ഒരു പുരസ്കാരത്തിൽ തന്നെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയിരിക്കുന്നത് സംഗീത സംവിധായകനും അതേപോലെ ഗായകനുമായിട്ടുള്ള MG ശ്രീകുമാർ ആണ്. ആരാണ്? MG ശ്രീകുമാർ ആണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് നോക്കിയത്. 2026 പ്രഖ്യാപിച്ചതെന്ന് ഓർത്തു വെക്കുക. നമ്മൾ ചർച്ച ചെയ്ത ഇത്രയും കാറ്റഗറികളെങ്കിലും ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് നല്ലതുപോലെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MMC ബാങ്കിനെ തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏറ്റെടുത്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക, കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് എന്താണ് MMC ബാങ്ക്. അപ്പോൾ ഈ ഒരു ബാങ്കിനെ എന്താണ് തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ സഹകരണ ബാങ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അർബൻ സഹകരണ ബാങ്ക് മറ്റൊരു ബാങ്കിനെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? ഈ ഒരു MMC ബാങ്ക് എന്താണ്
എന്താണ് സാമ്പത്തികപരമായിട്ട് എന്താണ് പിന്നോക്കം പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കിന്റെ ദുർബലമായ സാമ്പത്തിക സ്ഥിതി കണക്കെടുത്ത് ബാങ്കിനെ മറ്റൊരു ബാങ്കുമായിട്ട് ലയിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം RBI മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് ഈ ഒരു ബാങ്കിനെ, അതായത് MMC ബാങ്കിനെ തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഒരു MMC ബാങ്കിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ആയിരുന്നു ഇത്. ഇനി ഒരു കോയിനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ വൈദ്യുതീകരണത്തിന്റെ 100 വർഷത്തിന്റെ ഭാഗമായിട്ട് വർണ്ണ നാണയം പുറത്തിറക്കി എന്നുള്ള കാര്യമാണ്. എന്താണ് ഇന്ത്യൻ റെയിൽവേ എന്താണ് വൈദ്യുതീകരണം ചെയ്തതിന്റെ 100ാമത്തെ വർഷത്തിന്റെ ഭാഗമായിട്ട് വർണ്ണ നാണയം പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർണ്ണ നാണയത്തിൽ കാണുന്ന ആ ഒരു വർണ്ണ ചിത്രം എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു വർണ്ണ ചിത്രമാണ്, കളർ ചിത്രമാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കോയിനിൽ 1925 to 2025 എന്ന് ആലേഖനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ എന്താണ് ഈ ഒരു വർണ്ണ നാണയം പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ 100 വർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഈ ഒരു വൈദ്യുതിവൽക്കരണത്തിന്റെ 100 വർഷത്തിന്റെ ഭാഗമായിട്ടാണ് നാണയം പുറത്തിറക്കിയത്. അപ്പോൾ എന്തായിരിക്കും അത്? 100 രൂപയുടെ നാണയമാണ്. എന്താണ് 100 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വർണ്ണ ചിത്രമാണ്. മാത്രമല്ല അതിൽ 1925 to 2025 എന്ന് ആലേഖനം ചെയ്തിട്ടുമുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ഏപ്രിലിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ K. കവിത രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, തെലങ്കാന രാഷ്ട്രസേന. എന്താണ് തെലങ്കാന രാഷ്ട്രസേന എന്നുള്ള പുതിയൊരു പാർട്ടി രൂപീകൃതമായിരിക്കുകയാണ്. ആരാണ് രൂപീകരിച്ചതെന്ന് ഓർത്തു വെക്കുക? K. കവിതയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇനി K. കവിതയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന K. ചന്ദ്രശേഖർ റാവു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളാണ് ആരാണ്? K. കവിത എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. K. കവിത രൂപീകരിച്ചിട്ടുള്ള പുതിയ പാർട്ടിയാണ് എന്താണ്? തെലങ്കാന രാഷ്ട്രസേന എന്നുള്ള ഈ ഒരു പാർട്ടി. ഇനി തെലങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. രേവന്ത് റെഡ്ഡി ആണെന്നാണ് തെലങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ പേര് ഓർത്തു വെക്കുക. തെലങ്കാന രാഷ്ട്രസേന എന്നുള്ള പാർട്ടിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. K. കവിതയാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ്, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആരെന്നാണ്. ഓർത്തു വെക്കുക, അനലീന ബെർബോക്ക് ആണ്. ആരാണ്? അനലീന ബെർബോക്ക് ആണ്. അപ്പോൾ എന്താണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച എന്താണ് പ്രത്യേകത? UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 80ാമത് പ്രസിഡന്റ് ആണ് ആരാണ്? അനലീന ബെർബോക്ക് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തിടെ എന്താണ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു എന്താണ് UNന്റെ ജനറൽ അസംബ്ലിയുടെ കാര്യം പറഞ്ഞു. അപ്പോഴെന്താണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ് ആസ്ഥാനം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ഭാഗമാണ് UN ജനറൽ അസംബ്ലി എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയ ഉദ്യാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, കൻഹാൻ നാഷണൽ പാർക്കിലാണ്. എവിടെയാണ്? കൻഹാൻ നാഷണൽ പാർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. മധ്യപ്രദേശിലാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് മധ്യപ്രദേശിൽ എന്താണ് വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവിയാണ് എന്താ ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവികളെയാണ് എന്താണ് വിജയകരമായി എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? കൻഹാൻ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എവിടെ നിന്നുമാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നുമാണ് ഈ ജീവികളെ എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? കൻഹാൻ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്നത്. എവിടെ നിന്നാണെന്ന് ഓർത്തു വെക്കുക. അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നുമാണ് മധ്യപ്രദേശിലെ കൻഹാൻ നാഷണൽ പാർക്കിലേക്ക് ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ വിജയകരമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഗംഗ എക്സ്പ്രസ് വേയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? UPയിലാണ്, ഉത്തർപ്രദേശിലാണ്. മാത്രമല്ല ഉത്തർപ്രദേശിലെ ഏറ്റവും നീളമേറിയ എക്സ്പ്രസ് വേ കൂടിയാണ്. എന്താണ്? ഉത്തർപ്രദേശിലെ ഏറ്റവും നീളമേറിയ എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയും ഏത് തന്നെയാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്
ചെയ്തിരിക്കുകയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 12 ജില്ലകളിലൂടെയാണ് UP-യിലെ, അതായത് ഉത്തർപ്രദേശിലെ 12 ജില്ലകളിലൂടെയാണ് ഈ ഒരു ഗംഗ എക്സ്പ്രസ് വേ കടന്നു പോകുന്നത്. എത്രയാണ് ദൂരം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്രയാണ് അതിന്റെ നീളം? 594 കിലോമീറ്റർ നീളമാണ് വരുന്നത്. 594 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. ഇനി ഇത് കണക്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ മീററ്റ് മുതൽ പ്രയാഗ്രാജ് വരെയാണ്. എവിടെയാണ്? മീററ്റ് മുതൽ പ്രയാഗ്രാജ് വരെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ ഏതാണ്? അത് മുംബൈ ടു പൂനെ എക്സ്പ്രസ് വേ ആണ്. എന്താണ്? മുംബൈ ടു പൂനെ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണെന്ന് ഓർത്ത് വെക്കുക. ഗംഗ എക്സ്പ്രസ് വേ ആണ്. ഉത്തർപ്രദേശിലാണ് നിലവിൽ വന്നത്. 594 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026-ൽ ഒപെക് പ്ലസ് എന്നീ സംഘടനകളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക. UAE ആണ്. എന്താണ്? UAE ആണ് 2026-ൽ അതേപോലെ ഒപെക് പ്ലസ് എന്നീ സംഘടനകളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യം. അതിനോടൊപ്പം തന്നെ ഓർത്തു വെക്കുക 2019-ലെ ഖത്തർ എന്താണ്? ഒപെക്കിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു. 2019-ൽ എന്താണ്? ഖത്തർ ഒപെക്കിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ഒപെക്കിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ഒപെക്കിന്റെ ഫുൾ ഫോം വരുന്നത്. ഇനി ഒപെക് സ്ഥാപിതമായതെന്നാണ്? 1960-ലാണ്. 1960-ലാണ് എന്താണ് ഒപെക് സ്ഥാപിതമായത്. എവിടെയാണ് ആസ്ഥാനം? വിയന്നയാണ് എന്താണ് ഒപെക്കിന്റെ ആസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒപെക് പ്ലസ് എന്നാണ് സ്ഥാപിതമായത്? അത് 2016-ലാണ് കേട്ടോ. 2016-ലാണ് എന്താണ് ഒപെക് പ്ലസ് സ്ഥാപിതമായത്. ഇനി എന്താണ് ഒപെക് പ്ലസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ഒപെക്കിലുള്ള ഈ ഒരു ഓർഗനൈസേഷനുള്ള കൺട്രീസും അതേപോലെ തന്നെ മറ്റ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന കൺട്രീസും തമ്മിൽ ചേരുന്നതാണ്. അതായത് ഒപെക്കിൽ മെമ്പർ അല്ലാത്ത റഷ്യ, മെക്സിക്കോ, അതേപോലെ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചേരുന്ന മറ്റൊരു ഓർഗനൈസേഷനാണ് ഒപെക് പ്ലസ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു 2 സംഘടനകളിൽ നിന്നും പിന്മാറാനായിട്ട് അടുത്തിടെ തീരുമാനിച്ച രാജ്യം ഏതാണ്? UAE ആണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന അനുസ്മരണ പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുന്ന ചിത്രത്തിലെ വ്യക്തി ആരെന്നാണ്? ഓർത്തു വെക്കുക. ഡൊണാൾഡ് ട്രംപ് ആണ്. ആരുടെയാണ്? ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ടുള്ള പാസ്പോർട്ടുകൾ വരികയാണ്. അപ്പോൾ എന്തിന്റെ ഭാഗമായിട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എന്താണ് പാസ്പോർട്ടുകളിൽ ആരുടെ ചിത്രം വരുന്നത്? ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം വരാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കറൻസി നോട്ടുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ എന്താണ് സൈൻ വരും എന്നുള്ളതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച സ്വർണ്ണ നാണയം വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. ഇപ്പോൾ ഇതിന് ശേഷമാണ് എന്താണ് പുതിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അവിടെയുള്ള പാസ്പോർട്ടുകളിൽ അദ്ദേഹത്തിന്റെ ചിത്രം വരാൻ പോവുകയാണ്. അതെന്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പോടുകൂടിയ കറൻസികൾ പുറത്തു വരണമെന്ന് അവിടെയുള്ള അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അധികാരത്തിലിരിക്കെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സൈനോടുകൂടി ഒപ്പോടുകൂടി കറൻസി പുറത്തിറങ്ങുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന ഈ ഒരു അനുസ്മരണ പാസ്പോർട്ടിൽ ആരുടെ ചിത്രമാണ് ഉൾപ്പെടാൻ പോകുന്നത്? അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ് ഉൾപ്പെടാൻ പോകുന്നത്. അടുത്ത നോക്കുന്നത് ഒരു വേദിയാണ്. താഷ്കന്റ് ആണ് വേദിയായിട്ട് വരുന്നത്. എന്തിന്റെ വേദിയാണെന്ന് ഓർത്ത് വെക്കുക. 2027-ലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക. താഷ്കന്റ് ആണ് വേദിയാകാൻ പോകുന്നത്. അപ്പോൾ 2027-ലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2025-ലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ഡൽഹിയിൽ വെച്ചാണ്. എവിടെയാണ്? ഡൽഹിയിൽ വെച്ചിട്ടാണ് 2025-ലെ ഈ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2027 നമ്മൾ നോക്കിയത് 2027-ലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് താഷ്കന്റ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ആരെന്നാണ്? നോട്ട് ചെയ്ത് വെക്കുക. സൗരവ് കോത്താരിയാണ്. ആരാണ്? സൗരവ് കോത്താരിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത്. 2026-ലെ IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഫൈനലിൽ അദ്ദേഹം പങ്കജ് അദ്വാനിയെയാണ് പരാജയപ്പെടുത്തിയത്. ആരെയാണ്? പങ്കജ്
പങ്കജ് അദ്വാനിയെയാണ് പരാജയപ്പെടുത്തിക്കൊണ്ട് സൗരവ് കോത്താരി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ജേതാവായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. IPL ചരിത്രത്തിൽ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരെന്നാണ്. എന്താണ് IPL ചരിത്രത്തിൽ തന്നെ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരായിരിക്കുകയാണ്? വിരാട് കോഹ്ലി ആയിരിക്കുകയാണ്. മാത്രമല്ല IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയിട്ടുള്ളതും ആര് തന്നെയാണ്? വിരാട് കോഹ്ലി തന്നെയാണ്. IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള വ്യക്തി ആര് തന്നെയാണ്? കോഹ്ലിയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയിട്ടുള്ള വ്യക്തിയും ആര് തന്നെയാണ്? വിരാട് കോഹ്ലിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു റെക്കോർഡ് കൂടി വന്നിരിക്കുകയാണ്. IPL-ൽ എന്താണ് 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. PSCയുടെ എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് SCERT സിലബസ്. അപ്പോൾ ഈ ഒരു സിലബസ് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവിടം ബുക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി ഈ ഒരു അറിവിടം ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം പരിശീലിക്കാൻ വേണ്ടിയിട്ട് അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. മാത്രമല്ല മുൻ വർഷങ്ങളിൽ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT പാഠഭാഗങ്ങൾ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു പരിശീലന ക്വസ്റ്റ്യൻ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്നുള്ള പുസ്തകം എഴുതിയതാരാണ്? K. സച്ചിദാനന്ദനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഒരു അവാർഡായിരുന്നു 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 നോക്കിയത്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയതാരാണ്? മോഹൻലാലാണ്. അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയതാരാണ്? കല്യാണി പ്രിയദർശനും അതേപോലെ അനശ്വര രാജനുമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മോഹൻലാലാണ്. അതേപോലെ മികച്ച നടിക്ക് കല്യാണി പ്രിയദർശനും അനശ്വര രാജനുമാണ് പുരസ്കാരം നേടിയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MMC ബാങ്കിനെ തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏറ്റെടുത്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേരള സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മറ്റൊരു ബാങ്കിനെ ഏറ്റെടുക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യൻ റെയിൽവേയിലെ വൈദ്യുതീവൽക്കരണത്തിന്റെ 100 വർഷത്തിന്റെ ഭാഗമായിട്ട് വർണ്ണ നാണയം പുറത്തിറക്കി എന്നുള്ള കാര്യമായിരുന്നു. 100 രൂപയുടെ കോയിനാണ് പുറത്തിറക്കിയത്. അത് കഴിഞ്ഞിട്ട് നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ഏപ്രിലിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ K. കവിത രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്നാണ്? തെലങ്കാന രാഷ്ട്രസേന എന്നുള്ള പാർട്ടിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആരെന്നാണ്? ഓർത്തു വെക്കുക, അന്നാലെന ബെർബോക്ക് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ട് നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ എവിടെ എത്തിച്ചു? വിജയകരമായിട്ട് കൻഹാൻ നാഷണൽ പാർക്കിലേക്ക് എത്തിച്ച കാര്യമായിരുന്നു നോക്കിയത്. അപ്പോൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇവയെ, അതായത് ഈ ഒരു ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നോക്കിയ പോയിന്റ്, അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതെന്നാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള ഏറ്റവും വലിയ എക്സ്പ്രസ് വേ കൂടിയാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2026 OPEC പ്ലസ് എന്നീ സംഘടനകളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? UAE ആണ് ഈ ഒരു സംഘടനകളിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിച്ച രാജ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന അനുസ്മരണ പാസ്പോർട്ടിൽ വരുന്നത് ആരുടെ ചിത്രമെന്നാണ്? ഓർത്തു വെക്കുക, ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ് ഇതിലൂടെ വരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു വേദിയാണ് നോക്കിയത്. താഷ്കന്റ് ആണ് വേദിയായി വരുന്നത്. 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് താഷ്കന്റ് ആണ്. ഇനി 2025 ഈ ഒരു മത്സരം നടന്നത് ഡൽഹിയിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് 2026 IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ആരെന്നാണ്? സൗരവ് കോത്താരിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത്. പിന്നീട് നമ്മൾ നോക്കിയത് വിരാട് കോഹ്ലിയുടെ ഒരു റെക്കോർഡാണ്. IPL ചരിത്രത്തിൽ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട 2026 ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്നാണ്? ഓപ്ഷൻ എ ഷാരൂഖ് ഖാൻ, ഓപ്ഷൻ ബി രൺബീർ കപൂർ, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി രജനീകാന്ത്. അടുത്ത ചോദ്യം ഇതാണ്. 2027 സെൻസസ് നടപടികൾ എളുപ്പമാക്കുന്നതിനായി ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ പുറത്തിറക്കിയ ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതെന്നാണ്? ഓപ്ഷൻ എ 185
1955, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1908, ഓപ്ഷൻ ഡി 1805. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അശോക് കുമാർ ലാഹിരിയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ CM ഇൻസ്പയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മേഘാലയാണ് CM ഇൻസ്പയർ എന്നുള്ള പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.